ഷാനി, എടി നിനക്കിതാ സുക്കൂറിന്റെ കത്ത്. എന്റെ മക്കളുടെ ഇത് ഷുക്കൂർ. ഇവൻ്റെ പ്രധാന ഹോബിയാണിത്. ഈ സ്കൂളിലെ മുഴുവൻ പെൺകുട്ടികളോടും ഇവന് തെറി കേട്ടിട്ടുണ്ടെന്നാണ് ഇവൻ്റെ കൂട്ടുകാർ പറയുന്നത്. സുക്കൂറെ, ഇന്ന് ആരെങ്കിലും വാങ്ങിയോടാ കത്ത്? എടാ, എനിക്ക് വിഷമായോ? ഞാൻ തമാശ പറഞ്ഞല്ലടാ. വാ, ലാലും സാമരും പന്തൽച്ചാൻ വിളിച്ചിണ്ട്. ഇത് ഷബീർ, ഷുക്കൂറിൻ്റെ അടുത്ത കൂട്ടുകാരൻ. എൻ്റെ എല്ലാ കാര്യത്തിനും ഷുക്കൂർ വേണമെന്നാണ് ഷബീർ പറയാറ്. എന്നാൽ ഷുക്കൂറിനോ നേരെ തിരിച്ചു. ഷെബിയെ, ആ സജിന, ഈ പോവാണോ? ഷബീറെ, ഇജ്ജ് കളിച്ചാലേ കളി തുടങ്ങിയ പിന്നെ കൂട്ടൂലട്ടോ. എന്നെ വിളിക്കണ്ടി, ഞാൻ പോവാ. ഷബീറ, ഷബീറ, സുക്കൂറ, ഞങ്ങള് പോവാ. മദ്രസ്ക്ക് പോകുമ്പോ ഞങ്ങളെയും വിളിച്ചോണ്ടി. ഞങ്ങൾ സുക്കൂറിന്റെ പേരെ ഉണ്ടാവും. ആ അസാന്ത പന്തിന്റെ കൈമട്ടീനി ആരും കണ്ടില്ല. നമ്മുടെ ടീം കളിച്ചോന്നല്ലേ ചേച്ചി, ഫുള്ള് ഫൗളല്ലേ. ഷബീറേ വാ. എന്താ? ഇത്ര ഉള്ളൂലേ മനുഷ്യന്റെ കഥ. ഇന്നലെ വരെ അങ്ങാടി ഇറങ്ങിയ മനുഷ്യനാ. എന്താ ഇപ്പൊ ചെയ്യാ? രാവിലെ ഒരു വേദന വന്നതാ, ആസ്പത്രി പോണ കണ്ടും ചെയ്തിണ്. പടച്ചോന്റെ ഓരോ പരീക്ഷണേ. അല്ല, നമ്മളെ ബീരാന്റെ ചെക്കനല്ലേ? അതെ, ഭയങ്കര സങ്കടായി പോയിട്ട്. എന്റെ പടച്ചോനെ, ആ മക്കൾ എത്തിയുമാക്കിയല്ലോ. സൈനബ, ഞാൻ ഒന്ന് പെരേ പോയാലോ? അവിടെ സുലേക്കും കുട്ടികളും തനിച്ചല്ലേ? ഇന്നേതായാലും തോട്ടത്തിലൊന്ന് പണിക്കോണം. എനിക്കറിയില്ലേ, അന്നെ പോലല്ല, എനിക്ക് പെൺമക്കൾ 4. അല്ല, ഷബീറിന് ഇപ്പോൾ 10-12 വയസ്സൊക്കെ ആയില്ലേ? ഓൻ്റെ ഇപ്പോൾ പണിക്കാണ് പോന്നോട്ടെ. ഓന് കുഞ്ഞാക്ക, ഓന്റെ സ്കൂള്. സൈനബ, സ്കൂളിൽ പോയ അരി കിട്ടുമോ? എനിക്ക് കാലാകാലം നിങ്ങളെ നോക്കാൻ കഴിയോ? എന്നാലും കുഞ്ഞാക്ക. വേണ്ടുമ്മ, ഞാൻ പണിക്ക് പോയിക്കോളാം. കണ്ടോടി, ഞാൻ പറഞ്ഞത് ഓന് മനസ്സിലായി. ഓൻ മതി ഈ വീട് നോക്കാൻ. ഇമ്മ, കുഞ്ഞിക്ക, ഞാൻ പോവാ. അസ്സലാമു അലൈക്കും.
ഉമ്മ ഞാൻ പോവുക. മോനെ സൂക്ഷിക്കണേ. ആ ആ സുക്കൂറെ ഷബീറെന്തേ? ആ ഓഞ്ഞി വരൂല. ഓന്റെ അമ്മോന്റെ കൂടെ പണിക്ക് പോലാ എങ്ങട്ടി? പറമ്പക്ക്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഒന്ന് കാണാൻ. എന്നെ നീ കാണാൻ വരരുത്. ഞാനിപ്പോ പഴയ ഷബീറല്ല. നിനക്കിപ്പോ ആരുമില്ല, എന്റെ ഉമ്മയും പെങ്ങോടും അല്ലാതെ. എനിക്ക് എന്നെ വന്ന് കാണാനോ മിണ്ടാനോ കഴിയില്ല. നിനക്കിപ്പോ ഒരു വീടുണ്ട്. നിക്ക് നിക്ക്. എന്താ പ്രശ്നം? ഓനെ കണ്ടുപിടി. ഓൻ പറയ എന്താ? എന്താടാ? ഒന്നുമില്ലെന്നോ. ഓന്റെ പങ്കക്ക് ഒരു കത്ത് കൊടുത്ത്. എന്ത് കത്ത്? അത് ഞാൻ പറയണ ഷബീറെ. കൊറേ നാളായി ഞാൻ തുടങ്ങിട്ട്. ഞാൻ വേണ്ട വിചാരിച്ചിക്കേനി. ആണോടാ? ഓൻ പറയണ പച്ചക്കള്ള. ഇന്നോടെ കത്തി. നിക്ക് നിക്ക്. ഓനെ കണ്ടുപിടി. ഞാൻ പറയാം ഇവിടെ കത്തെന്ന്. അസീസേ, ഇജ്ജ് പ്രാവശ്യം കൂടി ക്ഷമിക്ക്. ഇനി ഓന്റെ അടുത്ത് അങ്ങനെ ഉണ്ടാവില്ല. അവൻ നിൽക്കാരണ്ട. ഓനെന്തായാലും എന്റെ കൈ കിട്ടും. അപ്പേ അവൻ ശരിയാക്കും. ഇല്ല അസീസേ, ഇനി ഓന്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടാവില്ല. ഞാൻ നോക്കിക്കോളാം. നീ പോ പ്ലീസ്. വേണ്ട, ഇതെന്റെ ഇമേജിന്റെ പ്രശ്ന. അവനിട്ട് ഞാനൊന്ന് പൊട്ടിക്കും. അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് കുറച്ചില്ല. പുല്ലന്മാർക്കൊന്ന് കൊടുത്ത ശീലമുള്ളൂ. അത് മറക്കരുത്, മറന്നു പോവരുത്. ഓഹോ, കളിച്ച് കളിച്ച് കയ്യാൻ കളിയാണോ? എന്നാ ഇതി കയറി ഞാനും കളിക്കും. സുക്കൂറെ, ഇവിടെ നോക്ക്. തള്ളക്കോയൊന്നും കുഞ്ഞിനെ ചിറകിനടി വെക്കൂല. അത് മറക്കരുത്. ഒരീസെങ്കിലും കൊത്തി പുറത്തേക്കിടും. അന്ന് അന്നെ എന്റെ കൈ കിട്ടും. കിട്ടും. ഒന്ന് പോടാ. വരിയടാ. മോനെ ചായ. കുഞ്ഞിക്ക പരീക്ഷാ ഫീസ്. ഞാൻ ഇറങ്ങാം. ആ ശുക്കൂറെ, നേരത്തെ ഇറങ്ങിയടാന്ന്. ഷബീറെ, ഞാൻ എൻ്റെ അച്ചേക്കല്ല. ഞാൻ അത്യാവശ്യം ഓടുന്നുണ്ട് ഇപ്പൊ. ഉമ്മ, ഇമ്മ, ഞാൻ ഇപ്പൊ വരാം. ചായ ഒന്നും വേണ്ടേ? കേറിക്കോ, ഞാനും കൊളയും വയ്യ. ഞങ്ങക്ക് നടക്കുന്നതാ ഇഷ്ടം. സ്വന്തം വീട്ടുകാരെ വഴി കണ്ടാ കേട്ടില്ല. എന്താ ഒരു സ്നേഹം. ഒറ്റൊന്നും പറഞ്ഞില്ല. ഈ പായ ഒടുക്കോക്കി അതൊക്കെ ഇട്ട്. ആവൂ, ആചാര്യ നമുക്ക് മുകളിൽ കിട്ടുന്ന തേങ്ങല്ല ആചാര്യ നമുക്ക് വിളിച്ചാൻ പറ്റുള്ളൂ. ആ, അന്നെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. സജിന, മോളെ സജിന, വാസുവിന് കുടിക്ക ഗ്ലാസ് ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊണ്ടുകൊടുത്താ. വാസു, ഈ പിന്നാമ്പുറത്ത് കിടന്നു, വെള്ളം അങ്ങോട്ട് കൊണ്ടുവരും.
നിക്ക് നിക്ക് നിക്ക്. അല്ല ഉക്കറെ, ഇത് ഇങ്ങനെ കൈയാട്ടാണെങ്കിൽ ഞാൻ ജയിലിൽ അടക്കേണ്ടി വരും. അതെന്തേ? അന്നെ വണ്ടി ഇടിച്ച് കൊന്നേനെ. ഞാനിതേ 7ാമത്തെ വണ്ടിക്കാ കജ്ജാട്ടിന്. അതും അല്ല, ഇജ് ഇന്നലെയും മിഞ്ഞാന്നും എന്നെ കണ്ടിട്ട് നിർത്താതെ പോയി. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നടുക്കാണ്ട് ഇറങ്ങി. എനിക്കറിയോ? അതെ, എപ്പോഴെങ്കിലൊക്കെ വല്ല ചില്ലറും തരണം. എപ്പോഴും ഇങ്ങനെ പാഞ്ഞു കയറാനേ ഇത് പഞ്ചായത്ത് വണ്ടി ഒന്നല്ല കേട്ടോ ഔക്കറെ. സുക്കുറേ, എന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ എന്റെ പേര് മാറ്റിയെന്ന്. എന്റെ പേര് പത്തിയത്. അതിനിപ്പോ എനിക്ക് വിളിച്ചാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഞ്ഞുട്ടിയേന്ന് വിളിച്ചാലും മതി. എന്നാ അതാ നല്ലേ, കുഞ്ഞുട്ടിയേന്ന്. എന്താ സുക്കോ? കുഞ്ഞുട്ടി ഇവിടെ ഇറങ്ങിക്കോളി. ഞാൻ അരീകോട്ടേക്ക് ഇനി. കുഞ്ഞുട്ടി ഇവിടെ ഇറങ്ങിക്കോളി. കുഞ്ഞുട്ടി ഇഞ്ഞിരുന്നാലേ വണ്ടി നീങ്ങൂലട്ടോ. ആ ഔക്കറ് വരുന്നുണ്ട് കേട്ടോ. എന്താണാവോ പുതിയ വിഷയം? ആരെയും മുറിക്ക് ഇറങ്ങിയോ? ഏതായാലും ഓനൊക്കെ സമ്മതിക്കണം കേട്ടോ. ഓൻ ഇവിടുന്ന് എത്രയും വലിയ നോണൊക്കെ കിട്ടണെന്ന്. അല്ല, ഇങ്ങളറിവില് അത്യാവശ്യം പഠിച്ച് തൊഴിലാക്കണാരുണ്ടോ? എന്തിനാത്തീതേ? അല്ല, നമ്മളെ കയ്യില് ഓൾക്ക് പറ്റിയ അങ്ങനെയാണെങ്കിൽ നമ്മളൊരാളുണ്ട്. അയാൾക്ക് പഠിപ്പൊക്കെ അത്യാവശ്യം ഉണ്ടോന്നൊരു സംശയം. സാരല്ല, ഓ അത്യാവശ്യം സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. പറ്റുമോ? പറ്റുമോ ചോദിച്ചാല് ഏതായാലും നമ്മളെ നാട്ടുകാരല്ലേ, നമ്മൾ ശ്രമിക്കാം. ആ, ഇവിടെ അടുത്ത് തന്നെ. പണ്ടയാളെ പേര് ഔക്കൃന്നായിരുന്നു. ഇപ്പൊ പേര് മാറ്റണോ അറിയില്ല. ഏതായാലും അവനൊരു പണിയില്ല. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നീട് വിളിച്ചോളൂ. എന്നാ ശരി കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വിസനെ കുറിച്ച് ചോദിച്ചിനി. എന്ത് തൊഴിലാ അറിയാ? ഇവിടെ മീൻ കച്ചവടാണേ. ഞാനൊരു മണിക്കൂർ കൊണ്ട് ഒരു പെട്ടി മീനൊക്കെ വിൽക്കും. എന്താ എന്റെ പേരെന്ന് പറഞ്ഞേ? ഷക്കീറേ. ഷക്കീറേ, ദുബായിൽ റോഡ് കൂടെയുള്ള മീൻ കച്ചവടമൊന്നും ഇല്ലേ? മാണ്ട, ഞാൻ വെള്ളിയാഴ്ച മണൽ വരാനും ഇറങ്ങേണ്ട്. ഇനി അതായാലും മതി. ഞാൻ കോരാൻ നിന്നാലേ സജീറും സിദ്ദീഖും ഏറ്റിയാണ് കൊയങ്ങല. അത്രക്കും സ്പീഡാച്ച്. നിക്ക് ഇതെന്റെ അരീക്കോടല്ല, ദുബായിയാ. മണലോണ്ടോടെ തിരിയാനും മറിയാനും പറ്റാ. പിന്നെ ഉടുക്കജി കോരിണ്. മാണ്ട, അത് ഏറ്റാണ്ടാവല്ലോ. എന്നാ അതായാലും മതി. ഷക്കീറിന് ഏതും പോവും. അതൊന്നും അല്ല, ഞാൻ പറയാം. തൽക്കാലം ഞാൻ എനിക്കൊരു ഫ്രീ വിസ തരാം. അതെന്താ അറിയാം എനിക്ക്? അറിയാന്നോ? പിന്നെ നമ്മളെ അളിയന്മാരൊക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് അങ്ങനത്തെ വിസക്കല്ലേ പോയത്. അതുകൊണ്ട് ഇപ്പം പെങ്ങന്മാരൊന്നും അങ്ങോട്ട് പോയി കാണേണ്ട ആവശ്യമല്ല. ഒക്കെ പെരയിൽ തന്നെ ഉണ്ട്. എന്താപ്പ അതിന്റെ ബല? അതിപ്പോ അതിനകത്തൊന്നും വരില്ല. ഒരു 1.25 ലക്ഷം ഉറുപ്പ്യ വരും. അത്രയൊക്കെ വരും ഇതിന്? അത് വരും. 1200 റിയാലിന് ശമ്പളം, ഫുഡ്. മതി. അല്ല, എത്താപ്പങ്ങളെ പേര്? ജബ്ബാർ, സൂപ്പർ ജബ്ബാർ എന്നും വിളിക്കും. എന്നാ കാർഡ്. ഇച്ചിപ്പതാലും എണീക്കാനായിന്. പിന്നെ നിങ്ങൾ സൂപ്പർ ജബ്ബാറല്ല, നിങ്ങൾ സൂപ്പർ മാക്സ് ജബ്ബാറാ. നിങ്ങളെ ബ്ലേഡിന്റെ അത്രക്കും മൂർച്ചാണ്. ഹലോ, മുജീബോ? എന്തൊക്കെയുണ്ട് പറയാ വിശേഷം? ഉഷാറിനല്ലേ? കുഴപ്പമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം തൈ നമ്മുടെ ആ കത്തന്റെ കാര്യേ. അതൊക്കെ റിസ്ക്കാ മുജീബേ. ഇപ്പോഴത്തെ കാലത്ത് ഒട്ടകത്തിന് പുല്ലിട്ട് കൊടുക്കാനൊക്കെ ആരെങ്കിലും കിട്ടുമോ? വല്ല ഡ്രൈവറോ സൂപ്പർ മാർക്കറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ പറ. ജബ്ബാറേ, എനിക്ക് 10 സമയം മുടക്കില്ലല്ലോ. 1000 കിട്ടിയാലും എനിക്കില്ല തന്നെയല്ലേ. പുറമേ എൻ്റെ കമ്മീഷനും. താനും നാട്ടിൽ ഇറങ്ങി നോക്ക്, ആരെങ്കിലൊക്കെ കാണും. തിരക്കാക്കല്ലേ, ഞാനൊന്ന് നോക്കട്ടെ. തിരക്ക് കൂട്ടിയല്ല ജബ്ബാറേ. 15 ശേഷം ആ വിസ ക്യാൻസലാക്കും. ഞാൻ പറയാം. എന്നാ ശരി. തന്നില്ല അന്ന് പൈസ എന്തേ തരാഞ്ഞ്? രാത്രി അങ്ങാടി കൊണ്ടുവന്നാ പറഞ്ഞു. എനിക്കറിയില്ല, എന്നും കൂടി വന്നില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. നിങ്ങൾക്ക് അലയില് 900 രൂപ കിട്ടാണ്ട്. സുക്കൂറേ,
അങ്ങനെ 2 ദിവസമായി അങ്ങാടിക്കൊന്നും കാണില്ല. ഇതിപ്പോ ഇവിടെ അല്ലേ? നമ്മളൊക്കെ ആര് കാണാനാ ഷബീറെ? എല്ലാവർക്കും ഇപ്പൊ അന്നല്ലേ വേണ്ടിയത്. എന്താ അങ്ങനെ പറയണേ? അല്ലെങ്കിലും നമ്മൾ പഴയ ക്ലാസ്മേറ്റ് അല്ലേ. ഇന്റെ അവസ്ഥ എനിക്ക് അറിഞ്ഞൂടെ. രാവിലെ അങ്ങോട്ട് പോകും, പിന്നെ ഈ നേരാ കയറുക. പിന്നെ എങ്ങനെ ഉണ്ടാ വണ്ടിന്റെ ഓട്ടൊക്കെ? കുഴപ്പമില്ല, ഞാൻ 500 ഉറുപ്പ്യൊക്കെ കൂടും. പോരെ, അല്ലെങ്കിലും ആ കാര്യത്തിന് ഉഷാറാ. എന്നാ ഓക്കെ, ശരി. ആ പിന്നെ അന്ന സൂപ്പർ ട്രാവൽസിലെ ജബ്ബാർ അന്വേഷിച്ചിനി. എന്നെ? ഏത് ജബ്ബാർ? സൂപ്പർ ജബ്ബാറേ, ആ ട്രാവൽസിലെ. ആ എന്തടാ വല്ല കോളും ഒത്തോ? എന്ത് കോള്? നല്ല പണിക്ക് വിളിക്കാനായിരിക്കും. ആ എന്നാ ഞാൻ പോയി തരാം. ആ എന്നാ ശരി, ഓക്കെ, വിട്ടോ. ഷബീറെ, ജബ്ബാർ എന്തൊക്കെ കോളൊക്കെ എനിക്ക് കോളുണ്ടെങ്കിൽ എനിക്കുണ്ടാവൂടാ. ഷബീർക്ക, സജന, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ എന്നെ വന്ന് കാണരുതെന്ന്. എനിക്കല്ല, നിനക്ക് അത് ബാധിക്കുക. എന്ത് ബാധിക്ക? ദേ നോക്ക്, ഞാൻ ഇങ്ങനെയൊക്കെ അധ്വാനിച്ചിട്ടും എൻ്റെ കുടുംബത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതിനിടക്ക് നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കില്ലേ സജന? ഓഹോ, ഞാൻ ഇങ്ങനെ വന്ന് കാണുന്നത് ഷബീർക്കാക്ക് അത്ര പ്രയാസമാണല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. നീ എന്നൊന്ന് മനസ്സിലാക്ക. എനിക്കൊരു പെങ്ങളുണ്ട്. അവളെ ഒരാൾ വന്ന് കൊണ്ടുപോകാതെ എനിക്കൊരു ജീവിതം തന്നെയില്ല. ഞാൻ എത്ര വേണമെങ്കിലും ഷബീർ ഖാനെ കാത്തിരിക്കാം. ഒരു വാക്ക് എന്നോട് പറഞ്ഞൂടെ? എന്ത് കണ്ട് ഞാൻ പറയണം? ഇനി അങ്ങനെയൊക്കെ സംഭവിച്ചാലും എനിക്ക് നിന്നെ പോലൊരു പെണ്ണിനെ ആലോചിക്കാൻ പോലും വയ്യ. ഞാൻ നിങ്ങളുടെ വീടും സ്വത്തും ഒന്നും കണ്ട് നിങ്ങളുടെ പിന്നാലെ പോകുന്നതല്ല. ഒന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നും അങ്ങനെ ആവണമെന്നില്ലല്ലോ. എന്നാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുക? പറ. എന്റെ വളർച്ചയും കാത്ത് നീ നിന്റെ ജീവിതമാണ് തുലക്കുന്നത്. നല്ല പല ആലോചനകളും തനിക്ക് വരുന്നുണ്ട്. പല കാരണങ്ങളും പറഞ്ഞ് നീ തന്നെ അത് ഒഴിവാക്കുക. അവസാനം നീ തന്നെ അതിന് ഖേദിക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. ഷബീർ ഖാ, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. എന്റെ കയ്യിൽ മൈലാഞ്ചി വരക്കുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കൂടെ പോരാനായിരിക്കും. പണി കഴിഞ്ഞടാ. ആ, ഇന്നത്തെ തീർന്നോളാക്കാം. ഇന്ന് എവിടെയാ? ആ, ആചാര തോട്ടത്തിലേനി. അസ്സലാമലൈക്കും. ഷബീറെ, അന്ന പിന്നെ കണ്ടില്ലട്ടോ. അതൊക്കെ ഞാൻ പറയാത്തിരിക്ക. എന്താ ഷബീർ ഇത്? ഒന്നുമില്ല, ഞങ്ങൾ ചില ബിസിനസ്സെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അല്ല, ഇങ്ങോട്ട് എന്താ ഷബീറെ ചെയ്യും? എൻ്റെ കീശയില് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ എടുത്തോ, ബാക്കി പിന്നെ എന്നാലും മതി. നിങ്ങൾ വരികത്തിരിക്ക, ഞാൻ പറയട്ടെ, നമുക്കൊരു കാലടിക്ക. നല്ല വിശപ്പുണ്ട്, കാലടിച്ചേർന്നെ നന്നായി. അവളാക്കാ ഒരു പെസല് ചായ സബീറിന്റെ വക. ഓനിപ്പോ നമ്മളെ ചായ